ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 1 ജൂൺ 2010 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവസാനത്തെ 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അതിന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, റൈറ്റ് എ നോട്ട് ഓൺ ദ ഇമേജറി ഓഫ് Dylan Thomas. Introduction. Dylan Thomas is one of the most distinctive poets of the 20th century, known for his rich musical language and striking imagery. His poetry is characterized by vivid, often complex images that draw from nature, religion, the human body, and the cycles of life and death. His imagery is not merely decorative, but central to expressing his vision of existence. Dylan Thomas എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അദ്ദേഹം കൂടുതലായിട്ടും മ്യൂസിക്കൽ ലാംഗ്വേജും അതുപോലെ ധാരാളം ഇമേജറീസ് യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോയറ്റ്സ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും നേച്ചർ, റിലീജിയൻ, ഹ്യൂമൻ ബോഡി, ലൈഫ്, ഡെത്ത് ഇതൊക്കെ തീംസ് ആക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയം വളരെ മനോഹരമായിട്ട് രചിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ അദ്ദേഹം ധാരാളം ഇമേജസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് ഡെക്കറേറ്റീവ് ആയിരുന്നില്ല, മറിച്ച് പോയിൻ്റ് ടു പോയിൻ്റ് അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് പറയാനായിട്ട്, അത് പോയിൻ്റ് ടു പോയിൻ്റ് അദ്ദേഹം ഡയറക്റ്റ്ലി പറയുക മാത്രമാണ് ചെയ്തിരുന്നത്. നേച്ചർ ഇമേജറി. Nature plays a vital role in the imagery of Dylan Thomas. He frequently used natural elements such as rivers, flowers, seasons, and the sea to reflect human emotions and the passage of time. In poems like Fernhill, nature is presented as a symbol of youthful innocence and joy. The lush, green landscape reflects the speaker's carefree childhood. However, nature also reminds us of the inevitability of aging and death, showing its dual role in Thomas' poetry. ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ധാരാളം തീംസ്, ഇമേജസ് അദ്ദേഹത്തിൻ്റെ പോയറ്റിൽ ഉപയോഗിക്കുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നേച്ചറിനെ എടുക്കാം. അപ്പോൾ നേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കണ്ടുവരുന്ന റിവേഴ്സ്, ഫ്ലവേഴ്സ്, സീസൺസ്, സീ ഇതൊക്കെയാണ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഹ്യൂമൻ ഇമോഷനെയും അതുപോലെ തന്നെ കടന്നു പോകുന്ന സമയത്തെയുമാണ് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത് ഏജിങ് ആണ്. ഏജിങ് എന്ന് പറഞ്ഞാൽ ഒന്നും പെർമനൻ്റ് അല്ല, ഒക്കെ ടെമ്പററി ആണ്. അപ്പോൾ കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേച്ചർ ഇമേജറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പോയമാണ് ഫേൺഹിൽ. അതിലെ നേച്ചർ എന്ന് പറയുന്നത് ഒരു യൂത്ത്ഫുൾ ഇന്നസെൻസും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ പ്രതീകവുമായിട്ടാണ് നേച്ചറിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീൻ ലാൻഡ്സ്കേപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റാണ്. അത് സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ തോമസ് ഡ്രൈലൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. അദ്ദേഹം എത്ര ഫ്രീ ആയിട്ട് അങ്ങനെ വേറെ ചിന്തകളൊന്നുമില്ലാതെ നടന്നിരുന്ന ആ ഒരു കുട്ടിക്കാലമാണ് അദ്ദേഹം ഈ ഒരു ഗ്രീൻ ലാൻഡ്സ്കേപ്പോടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ പോയത്തിൽ തന്നെ 2 അർത്ഥങ്ങൾ, അതാണ് ഈ ഡ്യുവൽ റോൾ. എന്നുവെച്ചാൽ 2 റോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നീ പറഞ്ഞ യൂത്ത്ഫുൾനെസ്സും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും സന്തോഷമൊക്കെ. അതേസമയം മറ്റൊരു സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നേച്ചറിനെ ഏജിങ് ആൻഡ് ഡെത്തുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. കാലം കഴിഞ്ഞു പോവുകയാണ്, മരണം അടുക്കുകയാണ്. അതേസമയം ഈ ലോകം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഏരിയ മാത്രമാണ്, പെർമനൻ്റ് അല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇമേജറി ഓഫ് ലൈഫ്, ഡെത്ത് ആൻഡ് റീജനറേഷൻ.
One of the central themes in Thomas' poetry is the cycle of life, death, and rebirth. His imagery often combines these elements to show their interconnectedness. In Do Not Go Gentle into That Good Night, images of life, light, and darkness represent life and death. The poem urges resistance against death, using powerful and repetitive imagery to convey emotional intensity. Thomas often presents death not as an end, but as part of a larger continuous cycle, suggesting regeneration and renewal. അദ്ദേഹത്തിൻ്റെ പോയത്തിൽ മറ്റൊരു ഇമേജാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇമേജാണ് ലൈഫും ഡെത്തും, അതുപോലൊരു പുതിയ ജീവൻ, റീജനറേഷൻ, റീബേർത്ത്. ഈ മൂന്ന് കാര്യങ്ങളും ലൈഫ്, ഡെത്ത്, റീജനറേഷൻ, ഇത് മൂന്നും കണക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. തോമസിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണത്. അതിൽ ലൈറ്റും ഡാർക്ക്നെസ്സും രണ്ട് ഇമേജസാണ് കൊടുത്തിട്ടുള്ളത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈഫിനെയും ഡെത്തിനെയുമാണ്. മരണത്തോട് മല്ലിടുമ്പോൾ അതിനൊരു റെസിസ്റ്റൻസ്, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, തടയാനായിട്ട് പോയം പരമാവധി നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏർജ് ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പവർഫുള്ളായിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ഇമേജറിയാണ്. ഇമോഷൻ ഇൻറ്റൻസിറ്റി, ഒത്തിരി അധികം ഇമോഷൻസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തെ ഭയക്കുന്ന ഒരു നിമിഷങ്ങളാണത്. അതേസമയം വളരെ മനോഹരമായിട്ട് തോമസ് പറയുന്നത് ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് അത് ഇനിയും നീണ്ടു കിടക്കുന്ന ഒന്നാണ്. അതൊരു സർക്കിളാണ്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ്, ഒന്നിന് മേലെ ഒന്നായിട്ട്. എന്നുവെച്ചാൽ ആദ്യം ലൈഫ് കഴിഞ്ഞിട്ടാണ് ഡെത്ത് ഉണ്ടാകുന്നത്. ഡെത്തിന് ശേഷം ഇനിയും അത് അവസാനിക്കുന്നില്ല, റീബേർത്ത് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. റിലീജിയസ് ആൻഡ് biblical imagery. Thomas frequently draws on religious and biblical imagery, though not always in a conventional way. His poems contain references to creation, sin, and redemption, often blending them with natural imagery. In and death shall have no dominion. Biblical echoes are used to express the idea of spiritual immortality. The imagery suggests that even though the body may perish, the human spirit endures. Senses and physical imagery. Another important feature of Thomas' poetry is his use of senses, physical imagery. He vividly describes the human body and its experiences, making his poetry intensively tactile and emotional. His imagery often appeals to the senses, sight, sound, touch, creating a strong sensory impact. This physicality brings his abstract ideas to life and makes his poetry more immediate and powerful. തോമസ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു തീമാണ് റിലീജിയസ് ആൻഡ് ബിബ്ലിക്കൽ ഇമേജറി. ബിബ്ലിക്കൽ എന്ന് പറയുമ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അപ്പോൾ ക്രിസ്ത്യൻ ഇമേജസ് ആണ്. പക്ഷെ അതൊരിക്കലും ഒരു കൺവേർഷൻ അദ്ദേഹം മൈൻഡിൽ കണ്ടിട്ടല്ല. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതല്ല അദ്ദേഹം മൈൻഡിൽ കണ്ടിട്ടുള്ളത്. മറിച്ച് അദ്ദേഹം റെഫറൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിയേഷൻ, സിൻ, റിഡംഷൻ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നേച്ചുറൽ ഇമേജറീസ് ധാരാളം കാണുന്നുണ്ട്. ഇവിടെ ഉദാഹരണമായിട്ട് ആൻഡ് ഡെത്ത് ഷാൽ ഹാവ് നോ ഡൊമീനിയൻ എന്ന ഒരു ബിബ്ലിക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് പോയമാണ്. അതിൽ ബിബ്ലിക്കൽ എക്കോസ് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഇമ്മോർട്ടാലിറ്റി എന്നൊരു ഐഡിയ ആണ് ഈ ഒരു പോയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
ഇവിടെ അദ്ദേഹം പറയാണ് ബോഡി മേ പെറിഷ്, നമ്മുടെ ശരീരം ചിലപ്പോൾ ക്ഷയിച്ചു പോയേക്കാം, നശിച്ചു പോയേക്കാം, എന്നാലും ഹ്യൂമൻ സ്പിരിറ്റ് എൻഡ്യൂവേഴ്സ്, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് തോമസിൻ്റെ പോയത്തിൽ കാണുന്നത് സെൻസസ് ആൻഡ് ഫിസിക്കൽ ഇമേജറി. അദ്ദേഹം പലപ്പോഴും സെൻസസ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സൈറ്റ്, സൗണ്ട്, ടച്ച്, അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും റീഡേഴ്സിന് ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാകാനായിട്ടും പോയതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ്. യൂസ് ഓഫ് സിംബോളിസം ആൻഡ് കോംപ്ലക്സിറ്റി. Thomas' imagery is often symbolic and layered with meaning. A single image may represent multiple ideas, requiring careful interpretation. For example, images of light and darkness frequently symbolize life and death, innocence and experience, or hope and despair. This complexity adds depth to his poetry, but can also make it challenging to understand. തോമസ് ധാരാളം ഇമേജസ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതെന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഈ ഇമേജസിൽ കൂടെ, ഈ സിംബോളിക് ഐഡിയാസിലൂടെ അദ്ദേഹം ധാരാളം മീനിങ് ആണ് റീഡേഴ്സിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഒരു മീനിങ് അല്ല, മറിച്ച് മൾട്ടിപ്പിൾ മീനിങ് ആണ് കൊടുക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയട്ടെ, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, അതൊരു ഇമേജ് അദ്ദേഹം യൂസ് ചെയ്യുന്നതാണ്. അത് കൊണ്ടുവന്നിരിക്കുന്ന ഐഡിയാസ് എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ഡെത്ത്, അതുപോലെ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഹോപ്പ് ആൻഡ് ഡിസയർ. പല ഐഡിയാസാണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന ഒരു ഇമേജിൽ കൂടെ കിട്ടുന്നത്. മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ഇമേജറി. Thomas' imagery is closely linked to the musical quality of his poetry. His use of rhythm, repetition, and sound patterns enhances the impact of his images. The sound of the words often reinforces their meaning, creating a harmonious blend of form and content. This musicality makes his imagery memorable and emotionally resonant. അദ്ദേഹത്തിൻ്റെ ഇമേജസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മ്യൂസിക്കൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രത്യേകതയും കൂടി. അദ്ദേഹം റിതം, റെപ്പിറ്റേഷൻ, സൗണ്ട് പാറ്റേൺസ് ഉപയോഗിക്കുന്ന രീതി ഇമേജും കൂടി ആകുമ്പോൾ വളരെ മനോഹരമാകുന്നുണ്ട്. Conclusion. The imagery of Dyalan Thomas is rich, complex, and deeply expressive. Through his use of nature, religious symbolism, and senses detail, he explores fundamental themes of life, death, and regeneration. His ability to combine vivid imagery with musical language makes his poetry unique and powerful, ensuring his lasting significance in modern literature. Dyalan Thomas എന്ന് പറയുന്നത് വളരെ മനോഹരമായി പോയം എഴുതുന്ന ഒരു പോയറ്റാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ് നേച്ചർ, റിലീജിയസ് സിംബോളിസം, സെൻസസ് ഡീറ്റെയിൽ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ലൈഫ്, ഡെത്ത്, റീജനറേഷൻ, ഇതാണ്. അതൊരു സൈക്കിളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ലൈഫ് കഴിഞ്ഞാൽ ഡെത്ത് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല, അത് റീജനറേഷനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമേജറി. അദ്ദേഹം മ്യൂസിക്കൽ ലാംഗ്വേജുമായിട്ടും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയം പവർഫുള്ളാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ക്രിട്ടിക്കൽ കമൻറ്റ് ഓൺ മോഡേണിസം ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഇൻട്രൊഡക്ഷൻ. Modernism in English poetry marks a radical break from traditional poetic forms and themes in the early 20th century. Emerging in the aftermath of World War I, it reflects a sense of disillusionment, cultural crisis, and the search for new modes of expression. Poets like T.S. Eliot, Ezra Pound, and W.B. Yeats played a crucial role in shaping this movement. 20ാം നൂറ്റാണ്ടിലാണ് മോഡേണിസം നമ്മുടെ ഇംഗ്ലീഷ് പോയട്രിയിൽ വരാൻ തുടങ്ങിയത്.
ഇതെന്ന് പറയുന്നത് അതുവരയ്ക്കുണ്ടായിരുന്ന ട്രഡീഷണൽ പോയറ്റിക് ഫോംസിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിലായിരുന്നു ഈ പോയം അറൈസ് ചെയ്തത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ജനങ്ങളിൽ ഡിസൊല്യൂഷൻമെൻറ്റ്, കൾച്ചറൽ ക്രൈസിസ് ഇതൊക്കെ അതൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ഹോപ്പ് നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. പോയറ്റ്സ് ലൈക്ക് T.S. Eliot, എസ്ര പൗണ്ട്, W.P. yeats ഇവരൊക്കെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിന് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് അവരുടെ പോയംസിൽ കൂടെ ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. ബ്രേക്ക് ഫ്രം ട്രഡീഷൻ. One of the defining features of modernist poetry is its rejection of traditional forms and conventions. Modernist poets moved away from regular rhythm, rhyme schemes, and fixed structures, experimenting with a free verse and irregular patterns. Ezra Pound famously urged poets to make it new, encouraging innovation and originality. This break from tradition allowed poets to express the complexities of modern life and more effectively. നമ്മൾ ഓൾറെഡി റൊമാൻറ്റിക് പോയിറ്റ്സിനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ അതേ തീം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മോഡേണിസ്റ്റ് പോയിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ട്രഡീഷണൽ ഫോംസും കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയത്തിൻ്റെ അല്ലെങ്കിൽ മതമാറ്റത്തിനെ കുറിച്ചിട്ടുള്ള അതിനെയൊക്കെ അവർ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ്, അതൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് മോഡേണിസ്റ്റ് പോയം രചിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസാണ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എസ്ര പൗണ്ടിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പോയമാണ് മേക്ക് ഇറ്റ് ന്യൂ. അതിൽ ഇന്നോവേഷനും ഒറിജിനാലിറ്റിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ട്രഡീഷണൽ ആയിട്ടുള്ള ധാരാളം റൈം സ്കീംസും ഫിക്സ്ഡ് സ്ട്രക്ചേഴ്സൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പുതിയ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഈ മോഡേണിസ്റ്റ് പോയറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. Fragmentation and discontinuity. Modernist poetry is often characterized by fragmentation in structure and meaning. Poems are composed of disjointed images, voices, and references, reflecting the fractured nature of contemporary experience. In The Wasteland, T.S. Eliot uses multiple voices and abrupt transitions to depict the chaos and confusion of modern society. This technique mirrors the breakdown of social and cultural unity. മോഡേണിസ്റ്റ് പോയട്രി യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ട്രക്ചറാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അവരുടെ ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ സ്ട്രക്ചറും അതുപോലെ മീനിങ്ങിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോയംസ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിസ്ജോയിൻറ്റ് ഇമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിൾ ലെവലിലുള്ള ഇമേജസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വോയിസസ്, റെഫറൻസസ് ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ T.S. Eliotൻ്റെ ദ വേസ്റ്റ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു മോഡേണിസ്റ്റ് പോയട്രിയാണ്. മൾട്ടിപ്പിൾ വോയിസസും അബ്രപ്റ്റ് ട്രാൻസിഷൻസുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് റീഡേഴ്സിന് പോയം വായിക്കുമ്പോൾ മനസ്സിലാക്കാനാണ്. ദിസ് ടെക്നിക് മിറേഴ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ യൂണിറ്റി. അന്നത്തെ സോഷ്യലും കൾച്ചറും യൂണിറ്റിയെക്കുറിച്ച് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സെൻസ് ഓഫ് അലിനേഷൻ ആൻഡ് ഡിസില്യൂഷൻമെൻറ്റ്. മോഡേണിസ്റ്റ് പോയറ്റ്സ് frequently express feelings of alienation, isolation, and despair. The horrors of the World War I and rapid industrialization led to a loss of faith in traditional values and institutions. The individual in modernist poetry often appears disconnected from society and unable to find meaning or purpose. This sense of alienation is a central concern of the movement.
വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണ് ഈ മോഡേണിസ്റ്റ് പോയറ്റ്സിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളാകെ പരിഭ്രാന്തരായി നിരാശയിലായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇത് ഈ മോഡേണിസ്റ്റ് പോയറ്റ്സിനെയും ബാധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ പലപ്പോഴും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു. അതൊക്കെ തന്നെ അവരുടെ പോയത്തിലും പലപ്പോഴും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ സാധിക്കുന്നതാണ്. Use of myth and allusion. Despite the rejection of tradition, modernist poets often draw on classical myths and literary references. These allusions provide a framework for understanding the present. T.S. Eliot uses mythological and religious references in The Waste Land to connect the modern world with ancient traditions. This technique, known as the mythical method, helps bring order to the apparent chaos of modern life. ഇവിടെ പലപ്പോഴും മോഡേണിസ്റ്റ് പോയറ്റ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ക്ലാസിക്കൽ മിത്സും ലിറ്റററി റെഫറൻസസും അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേൾഡ് വാർ ഫസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നത്. അത് നമുക്ക് T.S. Eliotൻ്റെ ദ വേസ്റ്റ് ലാൻഡ് എന്ന ആ പോയത്തിൽ തന്നെ അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡിനെ പറയുന്നതാണ് മിത്തിക്കൽ മെത്തേഡ് എന്നുള്ളത്. Emphasis on subjectivity and inner experience. Modernist poetry focuses on the inner world of the individual rather than external reality. It explores thoughts, emotions, and perceptions in a fragmented and often non-linear manner. This emphasis on subjectivity reflects the influence of psychological theories and the growing interest in the complexities of human consciousness. എപ്പോഴും ഇവർ മോഡേണിസ്റ്റ് പോയിറ്റ്സ് അവർ സമൂഹത്തിലെ അവരുടെ മനസ്സിനെയാണ് വായിക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിരുന്നത്. അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്റ്റേണൽ റിയാലിറ്റിക്ക് ഉപരിയായിട്ട് അവർ ഇന്നർ വേൾഡ് എന്നുള്ള ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറിസ്റ്റിക്കിനാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ കോൺഷ്യസ് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സാക്ഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ പറയുന്ന സൈക്കോളജിക്കൽ തിയറീസൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. Imagery and symbolism. Modernist poets use vivid imagery and symbolism to convey meaning. Their images are often suggestive rather than explicit, requiring active interpretation by the reader. The use of symbols allows poets to express complex ideas and emotions in a condensed and powerful form, making modernist poetry intellectually engaging. മോഡേണിസ്റ്റ് പോയിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമേജസും സിമ്പിൾസും ഒക്കെ ഈ പറയുന്ന ബുദ്ധിയുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യ മനസ്സിനെ വായിച്ചുകൊണ്ട് ആണ് അവർ അല്ലാതെ റിലീജിയസ് ലൈഫോ അങ്ങനെയൊന്നും കണക്റ്റഡ് ആയിട്ടല്ല, മറിച്ച് ഇവരുടെ ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. While modernist poetry is admired for its innovation and depth, it is sometimes criticized for being obscure and difficult to understand. The heavy use of allusion and fragmented structure can make it inaccessible to general readers. However, this complexity is also one of its strengths, as it reflects the multifaceted nature of modern experience. Modernist poetry challenges readers to think deeply and engage actively with the text. ചിലപ്പോഴെങ്കിലും ഇതൊക്കെ ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ പോയട്രീസ് ഒന്ന് ക്രിട്ടിക്കലി അല്ലെങ്കിൽ വിമർശനത്തിന് ഇരയായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ഹെവി യൂസ് ഓഫ് അല്യൂഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് സ്ട്രക്ചർ ഇത് പലപ്പോഴും ജനറലി സാധാരണ റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുമായിരുന്നു ഇവരുടെ പോയംസ്. ഇങ്ങനെയുള്ള പോയത്തിൻ്റെ ഉപയോഗം തന്നെ അല്ലെങ്കിൽ പോയറ്റ്സ് ചിന്തിച്ചിരുന്നത് പോയം വായിക്കുന്ന ഓരോ റീഡറും അതിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കാനും അത് വെറുതെ വായിച്ച് വിടുകയല്ല, അതിനെ പോണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും എനേബിൾ ആകണം എന്നായിരുന്നു ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്.
Conclusion. Modernism in English poetry represents a significant transformation in literary expression. Through experimentation, fragmentation, and a focus on inner experience, poets like T.S. Eliot and Ezra Pound captured the uncertainties of the 20th century. Despite its challenges, modernist poetry remains a powerful and influential movement that reshaped the course of English literature. മോഡേണിസ്റ്റ് പോയിട്ട് ധാരാളം മാറ്റം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ കൊണ്ടുവന്നിരുന്ന വ്യക്തികളാണ്. അവരുടെ എക്സ്പീരിമെൻറ്റേഷനും ഫ്രാഗ്മെൻറ്റേഷനും അത് ഇന്നർ എക്സ്പീരിയൻസിനെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ T.S. Eliot, എസ്ര പൗണ്ട് ഇവരൊക്കെ തന്നെ 20ാം നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരായിരുന്നു. ധാരാളം ചാലഞ്ചസ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളായിരുന്നു ഈ പറയുന്ന പോയറ്റ്സൊക്കെ തന്നെ. ഇവർക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ റീഷേപ്പ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.